പിന്നീട് ബോധം വരുമ്പോൾ നമ്മുടെ റിക്കിയും ആഷ്ലിയുടെ അടുത്ത് അതേ ഒരു അവസ്ഥയിൽ മറ്റൊരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. റിക്കി വന്നെല്ലാം കുളമാക്കി എന്നാണ് ലൂക്ക് പറയുന്നത്. എന്നാൽ ഞങ്ങളിതൊന്നും ആരോടും പറയില്ല എന്നും ഇനിയും സമയമുണ്ട്, ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് സാധാരണ പോലെ ഇവിടെയെല്ലാം ക്ലീൻ ചെയ്യാം എന്നൊക്കെയാണ് ആഷ്ലി പറയുന്നത്. പക്ഷേ ലൂക്കിന് ആരെയും വിശ്വാസമില്ല. അവരെങ്ങാനും പോലീസിനെങ്ങാനും വിളിച്ചാൽ പിന്നെ അവന്റെ കാര്യം പറയേണ്ടല്ലോ. ഗ്യാരറ്റിനാണെങ്കിൽ ആഷ്ലി പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് തോന്നുമ്പോൾ ലൂക്ക് അവനെ തിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ടിസ്റ്റ്. ശരിക്കും ആഷ്ലി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് റിക്കി വന്നതത്രേ. പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് അവൾ അയച്ചിട്ടില്ലല്ലോ. ആക്ച്വലി അത് അയച്ചത് നമ്മുടെ ലൂക്ക് തന്നെയായിരുന്നു. ആ കാര്യമൊന്നും ഗ്യാരറ്റിനും അറിയില്ലായിരുന്നു. സോ ലൂക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ആദ്യം അവൻ സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് ഗ്യാരറ്റ് പിണങ്ങുമെന്ന് മനസ്സിലാകുമ്പോൾ ഓരോ നുണയൊക്കെ പറഞ്ഞ് അത് സമ്മതിക്കുകയാണ്. പിന്നെ ലൂക്കിനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നത് കൊണ്ട് ഗ്യാരറ്റ് അവന്റെ കൂടെ തന്നെ നിൽക്കാൻ സമ്മതിക്കുകയാണ്. മുൻപ് ആഷ്ലിയുടെ ഫോൺ ലൂക്ക് അക്വേറിയത്തിലിട്ടത് ഓർമ്മയില്ലേ? അതും മനഃപൂർവ്വമായിരുന്നു. പക്ഷേ അവൻ അതൊരു കവറിൽ പൊതിഞ്ഞിട്ടാണ് അതിലേക്ക് ഇട്ടത്. ഇപ്പോൾ അതെടുത്തിട്ട് അവൻ അടുത്തൊരു അതിഥിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പ്ലാൻ ഇടുകയാണ്. അത് മറ്റാരെയുമല്ല, ആഷ്ലിയുടെ എക്സ് ലവർ ജെർമിയിലെ ആ ജെർമിയെയാണ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അവനെ ഇങ്ങോട്ട് വിളിക്കേ എന്ന് പറഞ്ഞ് ലൂക്ക് ഫോൺ ആഷ്ലിക്ക് നേരെ നീട്ടുമ്പോൾ ആഷ്ലി നോ പറയുകയാണ്. ഞാൻ അപേക്ഷിക്കുകയല്ല എന്ന് പറഞ്ഞ് ലൂക്ക് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ നീ വെടിവെക്കില്ല ലൂക്ക്, അവനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വെടിവെക്കും ആഷ്ലി. അതും പറഞ്ഞ് അവൻ തോക്ക് അമർത്തി പിടിക്കുകയാണ്. അവനിനി എന്തൊക്കെ പറഞ്ഞാലും ഈ കോപ്രായങ്ങൾക്ക് ഇനി ആരും ഇരയാകില്ല എന്ന് ആഷ്ലി തറപ്പിച്ച് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ലൂക്ക് എങ്ങാനും അവളെ വെടിവെക്കുമോ എന്ന് റിക്കിയും ആഷ്ലിയും പേടിക്കുന്നുണ്ട്. പക്ഷേ ലൂക്ക് അങ്ങനെ ഒന്നും ചെയ്തില്ല. അവൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ ജെർമിയെ കോൾ ചെയ്യുകയാണ്. സ്പീക്കർ ഓൺ ചെയ്താണ് ഫോൺ വിളിക്കുന്നത്. ഫോൺ എടുക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് ആഷ്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ലൂക്ക് അവരുടെ വായിൽ ടേപ്പ് ഒട്ടിച്ച് വെക്കുകയാണ്. ആ മണ്ടൻ ജെർമിയാണെങ്കിൽ കോളും എടുത്തു. ഹലോ ജെർമി, ആരാ ഇത്? ഞാൻ ശരിക്കും ആഷ്ലിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ആഷ്ലിയോ? ഏത് ആഷ്ലി? ഇവിടെ ആഷ്ലി ഒന്നും ഇല്ല ഡ്യൂഡ്, റോങ് നമ്പർ. ഇതും പറഞ്ഞ് ആ പൊട്ടൻ കോൾ കട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, ഇതെന്തൊരു കിഴങ്ങനാണ് എന്ന് കളിയാക്കി ലൂക്ക് അവനെ വീണ്ടും വിളിക്കുകയാണ്. കാരണം ആവശ്യക്കാരൻ ലൂക്ക് ആണല്ലോ. ഇതേ സമയം ആഷ്ലി നേരത്തെ കയ്യിൽ ഒളിപ്പിച്ച ആ ഒരു ചില്ല് കഷ്ണം എടുത്തിട്ട് അവിടെ കയ്യിൽ ഒട്ടിച്ചു വെച്ച ടേപ്പ് മുറിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത്തവണ ജെർമിയെ വിളിക്കുന്ന ലൂക്കാണെങ്കിൽ അവനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഹേ ജെർമി, ഫോൺ വെക്കല്ലേ, ഞാൻ ആഷ്ലിക്ക് വേണ്ടി വിളിച്ചത് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ആഷ്ലി എന്നോടൊപ്പം ഉണ്ട്. അവൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഫോണിലൂടെയല്ല, ആളെ പ്രശ്നത്തിലൊക്കെയാണ്. നീ ഇവിടെ വരെ ഒന്ന് വരണമെന്നാണ് അവൾക്ക് ആഗ്രഹം. ലൂക്ക് ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആഷ്ലി കയ്യിൽ ആ ഒരു ടേപ്പ് മുറിക്കുന്നതിനിടയിൽ അവളുടെ കൈയും മുറിഞ്ഞ് രക്തം ഒഴുകുകയാണ്. അത് കണ്ട് റിക്കി വല്ലാതെ പേടിക്കുന്നുണ്ടെങ്കിലും ഫോൺ കോളിൽ ക്ലെയർമോണ്ടിലെ ആ പീക്കിരി ചെക്കനാണോ ഈ വിളിക്കുന്നതെന്ന് ജെർമി ചോദിക്കുമ്പോൾ അത് കേട്ട നമ്മുടെ റിക്കിക്ക് നല്ല ചിരി വരുന്നുണ്ട്. അപ്പോൾ ലൂക്ക് കുറച്ച് സീരിയസ് ആവുകയാണ്. എന്നാലും അവൻ യെസ് എന്ന് ജെർമിയോട് പറയുമ്പോൾ ഓക്കെ ഞാനങ്ങോട്ട് വരാം എന്ന് ജെർമിയും പറയുകയാണ്. പുറകുവശത്തുകൂടി വന്നാൽ മതിയെന്ന് പറഞ്ഞ് ലൂക്ക് ആ ഒരു കോൾ കട്ട് ചെയ്യുകയാണ്. കയ്യിൽ നിന്ന് ബ്ലഡ് വന്നതൊക്കെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിരിക്കുന്ന ആഷ്ലിയെ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ലൂക്ക് ചോദിക്കുന്നുണ്ട്. സോ അവന്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ആഷ്ലി ലൂക്കിനെ ഓരോന്ന് പറഞ്ഞ് തളർത്തി താഴെ വീണ രക്തം കാലുകൊണ്ട് തുടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ലൂക്ക് റിക്കിയോട് ദേഷ്യപ്പെട്ടിട്ട് അവനെ പേടിപ്പിക്കുന്നു. മാത്രമല്ല ആഷ്ലി അവനെ തേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചു ചെറുക്കൻ റിക്കിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. റിക്കി അപ്പോഴേക്കും പേടിച്ചിട്ട് അവിടെ മൂത്രം ഒഴിക്കുന്നുണ്ട്. പക്ഷെ നിവൃത്തിയില്ലാതെ ലൂക്ക് അത് ക്ലീൻ ചെയ്യുമ്പോൾ ഭാഗ്യത്തിന് താഴെയുള്ള രക്തമൊന്നും അവന്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അവൻ ആ വേസ്റ്റ് കൊണ്ടുപോകുന്ന തക്കത്തിന് ആഷ്ലി ആണെങ്കിൽ കാലിലെ ടേപ്പ് മുറിക്കാൻ നോക്കുകയാണ്. പക്ഷെ നേരത്തെ ലൂക്ക് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ആഷ്ലി റിക്കിയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ എന്നവൻ പേടിക്കുന്നുണ്ട്. എന്നാലും അതിന്റെ പരിഭവമൊന്നും അവൻ കാണിക്കുന്നതില്ലട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടിട്ട് അവളെ ഒറ്റിക്കൊടുക്കുന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് വരുന്ന ലൂക്കിന്റെ അടുത്തൊരു ആഗ്രഹം അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിലാകുന്നത് അവന് കാണണമെന്നായിരുന്നു. 12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ നോക്കാൻ വന്നിട്ട് അവന്റെ മാനസിക വളർച്ച കണ്ടാൽ നല്ല പ്രായമുണ്ട്. ഒരു നോർമൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ ഈ കൊച്ചു ചെറുക്കൻ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ട് അവർ രണ്ടുപേരും സൈലന്റ് ആകുമ്പോൾ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ലൂക്കും പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗ്യാരറ്റ് അവിടെ കഞ്ചാവ് അടിച്ചിരിക്കുകയാണെന്ന് ലൂക്കിന് മനസ്സിലായത്. വീടിനകത്ത് കഞ്ചാവ് കയറ്റിയാൽ അമ്മ അവനെ കൊല്ലുമെന്നാണ് ആ കൊച്ചു ചെറുക്കൻ പറയുന്നത്. ബാക്കി എല്ലാ പോക്രിത്തരവും തോന്നിയാസമൊക്കെ അവനവിടെ ചെയ്തു കൂട്ടാം, പക്ഷേ കഞ്ചാവ് അടിക്കാൻ പാടില്ല പോലും. ആ മണം അവിടെ തങ്ങി നിന്നിട്ട് ആ ഒരു തെളിവ് അവിടെ അവശേഷിക്കുന്നത് കൊണ്ടാവാം അവൻ അങ്ങനെ പറഞ്ഞത്. ചെക്കൻ ലേശം ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലാ, അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടില്ലല്ലോ. എന്തൊക്കെ തന്നെ ആയാലും അവൻ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ അവൾ ഒരു കാലിലെ ടേപ്പ് മുഴുവനായിട്ട് അഴിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വന്ന ലൂക്ക് റിക്കിയെ കൊണ്ട് കഞ്ചാവ് ഒലിപ്പിക്കുകയാണ്. അവന്റെ കവിളിലെ ആ ഒരു മുറിവിൽ നിന്ന് പുക പോകുന്നത് കാണുമ്പോൾ എക്സൈറ്റഡ് ആകുന്ന ലൂക്ക് റിക്കിയുടെ വായും മൂക്കുമെല്ലാം പൊത്തിപ്പിടിച്ച് ആ ഒരു മുറിവിലൂടെ പുക പോകുന്നത് കണ്ട് രസിക്കുകയാണ്. അതിനുശേഷം റിക്കിയെ ആ ഒരു കസേരയോടെ തന്നെ അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഒരു പെയിന്റ് പാട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറി അതവിടെ കെട്ടുന്നുണ്ട്. ശേഷം ഗ്യാരറ്റ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഒരു പെയിന്റ് പാട്ട് താഴേക്ക് ഇടുകയാണ്. ഹോം അലോൺ മൂവിയിലെ പോലെ ആ പെയിന്റ് പാട്ട് ആട്ടി കളിക്കാൻ തുടങ്ങുമ്പോൾ അതവന്റെ തലയിൽ കൊണ്ടാലോ എന്നും കൊല്ലാൻ പോവുകയാണോ എന്നും ഗ്യാരറ്റ്
ഗ്യാരറ്റ് വല്ലാതെ പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഗ്യാരറ്റിന് ഇവന്റെ ഭ്രാന്ത് കണ്ടിട്ട് നന്നായിട്ട് പേടിയാകുന്നുണ്ട്. എന്നാൽ പണ്ടെപ്പോഴോ ആ മൂവി കണ്ടിട്ട് അതുപോലെ ചെയ്താൽ പെയിന്റ് പാട്ട തലയിൽ കൊള്ളുമെന്ന് ഗ്യാരറ്റ് പറഞ്ഞത് കൊണ്ടാണ് ഇവന് പണി ഒപ്പിക്കുന്നത് അത്രേ. ഗ്യാരറ്റ് ആണെങ്കിൽ അതെല്ലാം ഇപ്പോൾ തിരിച്ചെടുക്കുകയാണ്. കാരണം ഇവനത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഗ്യാരറ്റിന് അറിയില്ലായിരുന്നു. റിക്കി ആണെങ്കിൽ ഗ്യാരറ്റിനോട് രക്ഷപ്പെടാൻ സഹായമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ലൂക്ക് അടുത്തതായിട്ട് അവന്റെ സ്റ്റെപ്പ് ഫാദർ നേരത്തെ അഴിച്ചു വെച്ചിരുന്ന ആ ഒരു ടൈല് അതെടുത്തിട്ട് റിക്കിയുടെ കണ്ണിൽ കെട്ടാൻ ഗ്യാരറ്റിനോട് ആവശ്യപ്പെടുകയാണ്. നൻപൻ സ്നേഹം കൂടി അവൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത കാലിലെയും ടേപ്പ് അഴിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തോക്കും എടുത്തിട്ട് ആഷ്ലി ഓടി വരികയാണ്. അവൾ തോക്ക് ചൂണ്ടി ആ പെയിന്റ് പാട്ട താഴെ ഇടാൻ പറയുമ്പോൾ ലൂക്ക് അത് താഴേക്ക് റിക്കിയെ ലക്ഷ്യമാക്കി എറിയുകയാണ്. പിന്നീട് ആ ഒരു കാഴ്ച കണ്ട് ഗ്യാരറ്റും ആഷ്ലിയും സ്റ്റെക്കായി പോവുകയാണ്. റിക്കിയുടെ തലയിൽ ശക്തിയിൽ അത് വന്നിടിച്ചപ്പോൾ അതിലെ മഞ്ഞ പെയിന്റും അവന്റെ ചുവന്ന രക്തവും ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങി. റിക്കിയുടെ തല പൊട്ടിത്തെറിച്ചത് കണ്ട് ആഷ്ലി കരയുമ്പോൾ ത്രില്ലടിച്ച പോലെ സന്തോഷത്തിലാണ് ലൂക്ക് താഴേക്ക് ഇറങ്ങുന്നത്. അവൾ അവന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പേടിപ്പിച്ചിട്ട് മുകളിലേക്ക് വെടിവെക്കാൻ പോകുമ്പോഴാണ് അതിൽ ബുള്ളറ്റ് ഇല്ല എന്ന കാര്യം മനസ്സിലാകുന്നത്. ശരിക്കും ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കൾ വെടിയുണ്ടകൾ മാറ്റി വെക്കാറാണല്ലോ പതിവ് എന്ന് ലൂക്ക് വളരെ പരിഹാസത്തോടെ അവളോട് പറയുകയാണ്. അത് മനസ്സിലായതും ആഷ്ലി പുറത്തേക്ക് ഓടുകയാണ്. ഒരു കൈയിലെ ടേപ്പ് അഴിക്കാത്തത് കൊണ്ട് അവളുടെ കയ്യിൽ ആ ഒരു കസേരയുമുണ്ട്. ഗ്യാരറ്റും റിക്കിയുടെ അവസ്ഥ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഓടിപ്പോയ ആഷ്ലിയെ പിടിക്കാൻ ലൂക്ക് അവനെ നിർബന്ധിക്കുകയാണ്. അവൾ പുറത്തേക്ക് ഓടുമ്പോൾ എന്തിലോ തട്ടി വീഴുന്നുണ്ട്. കയ്യിലാണെങ്കിൽ ആരോ വെടിവെച്ച പോലെ രക്തവുമുണ്ട്. അപ്പോഴാണ് അവൾ അവിടെ അവന്മാർ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. ആക്ച്വലി ഇതുപയോഗിച്ചാണ് ആദ്യം ഗ്യാരറ്റിനെ വെടിയേറ്റതുപോലെ അവർ അഭിനയിച്ചത്. ഇപ്പോൾ ഗ്യാരറ്റ് അവളുടെ പിന്നാലെ വരുന്നുണ്ടെങ്കിലും അവനെ ആഷ്ലി അടിച്ചിടുമ്പോൾ അവന്റെ കണ്ണടയൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. അവൾ പുറത്തേക്ക് പോകാതിരിക്കാൻ ഗ്യാരറ്റ് അവളുടെ കാലിൽ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിലും അവൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് പുറത്തേക്ക് ചാടുകയാണ്. അവിടെയാണെങ്കിൽ ഒരു ക്രിസ്മസ് കാരോൾ ടീം നിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് അവൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടുമ്പോൾ അവളെ ആരോ എറിഞ്ഞു വീഴ്ത്തുകയാണ്. അത് സാക്ഷാൽ ലൂക്ക് തന്നെയായിരുന്നു. ബോധം മറയുന്നതിന് മുൻപ് ആഷ്ലി കണ്ടത് ആ ഇഷ്ടികയിലെ വാചകമാണ്. ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ മരിക്കും എന്നായിരുന്നു അത്. ഇതിനുശേഷം ഒന്നും അറിയാത്ത പോലെ ആ കരോൾ ടീമിനെ വീട്ടിലേക്ക് വിളിച്ച് അവരെ കൊണ്ട് പാടിക്കുകയാണ്. അകത്ത് നമ്മുടെ ആഷ്ലിയെ LED ബൾബുള്ള വയറെല്ലാം വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഗ്യാരറ്റുമുണ്ട്. അപ്പുറത്തായിട്ട് റിക്കിയുടെ ബോഡിയും കസേരയിൽ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ലൂക്ക് ഓരോന്ന് പറഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ആഷ്ലിക്ക് ബോധം വന്നിട്ടുണ്ട്. സോ ലൂക്ക് അടുത്ത സത്യവും അവളോട് വെളിപ്പെടുത്തുകയാണ്. അതായത് അവരുടെ അയൽക്കാരൊന്നും തന്നെ അവിടെയില്ല. അവരെല്ലാവരും ഫ്ലോറിഡയിലാണ് ഇപ്പോഴുള്ളത്. സോ അവൾ ഓടി ആളെ കൂട്ടാൻ നോക്കിയാലും അവിടെ എങ്ങും ആരുമില്ല. ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്ന് ആ റിക്കിയെ ഒഴിവാക്കി തന്നതിന് നന്ദി പറയണമെന്ന് ലൂക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് കേൾക്കുന്ന ആഷ്ലി ദേഷ്യം വന്നിട്ട് ലൂക്കിനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റിക്കിയെ എന്തിനാണ് കൊന്നതെന്ന് ഗ്യാരറ്റും അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ ആ കുറ്റം ഗ്യാരറ്റിന്റെ തലയിലിടുകയാണ്. അതായത് അവൻ കഞ്ചാവ് വലിച്ചതുകൊണ്ട് ആ ഒരു തെളിവ് നശിപ്പിക്കാനാണത്രേ റിക്കിയെ കൊന്നത്. അതുപോലെ മുൻപ് ഗ്യാരറ്റിനെ രക്ഷിച്ച ഓരോ സിറ്റുവേഷനും അവൻ എണ്ണി പറയുകയാണ്. ഒരിക്കൽ ലൂക്കിന്റെ അമ്മയുടെ ബാഗിൽ നിന്ന് ഇവരെന്തോ മോഷ്ടിച്ച് പിടിക്കപ്പെട്ടപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഇവൻ ഉറക്കത്തിൽ നടക്കുന്നതായിട്ട് അഭിനയിച്ചത്. അല്ലാതെ ഇവനൊരു അസുഖവുമില്ല. ശരിക്കും ഒരു പട്ടിച്ച കള്ളനാണ് ലൂക്ക്. അവനങ്ങനെ ഗ്യാരറ്റിനെ ഇമോഷണലി വീക്കാക്കി സംസാരിക്കുമ്പോൾ ലൂക്ക് പറയുന്നത് അനുസരിക്കാൻ അവൻ സമ്മതിക്കുന്നു. അത് കണ്ട് ഹാപ്പിയാകുന്ന ലൂക്ക് ആഷ്ലിയുടെ ഫോണിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. എക്സ് ലവേഴ്സിനൊക്കെ ഒന്ന് പോയി തന്നൂടെ, ജെർമി എന്നെ വല്ലാതെ ശല്യം ചെയ്യുകയാണ്. ഇതായിരുന്നു ലൂക്ക് ഇട്ട ആ ഒരു പോസ്റ്റ്. ആ ഒരു പോസ്റ്റ് ഇട്ട ശേഷം ലൂക്ക് പറയുന്നത്, ഞാൻ ജെർമിയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവളുടെ മിണ്ടാതിരിക്കുന്ന കാര്യം മാത്രം നീ നോക്കിയാൽ മതി എന്നാണ്. ജെർമിയെയും ഇവനെങ്ങാനും കൊല്ലുമോ എന്ന ആ ഒരു ഭയം ഗ്യാരറ്റിനുമുണ്ട്. അവന്റെ മനസ്സിൽ കുറച്ച് നന്മയൊക്കെ ബാക്കിയുള്ളത് കൊണ്ടും കൂട്ടുകാരന്റെ വാക്ക് കേൾക്കണം എന്നുള്ളത് കൊണ്ടും ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ആ ഒരു അവസ്ഥയിലാണ് ഗ്യാരറ്റ്. അതുകൊണ്ട് തന്നെ ആഷ്ലി പറയാൻ ശ്രമിക്കുന്നത് എന്ത് തന്നെ ആയാലും കേൾക്കേണ്ട എന്ന രീതിയിൽ ഗ്യാരറ്റ് അവിടെ കിടക്കുകയാണ്. അതേസമയം ജെർമി ആണെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ധൈര്യം സംഭരിച്ചിട്ട് ആഷ്ലിയെ കാണാൻ എത്തുകയാണ്. അവളോട് എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ അവൻ കാറിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു വീടിന്റെ പുറകിലൂടെ നടക്കുമ്പോൾ അവന്റെ കാല് എന്തിലോ ഇടിക്കുന്നുണ്ട്. അത് അവന്മാർ ഒരു ഇഷ്ടിക എറിഞ്ഞില്ല ആദ്യം ആ ഒരു വിൻഡോ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടി. അതിനുവേണ്ടി സെറ്റ് ചെയ്തു വെച്ചൊരു സംഭവമായിരുന്നു അത്. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ജെർമി പിൻവാതിലൂടെ വന്നിട്ട് ആഷ്ലിയെ വിളിക്കുമ്പോൾ അവൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഗ്യാരറ്റ് വാ പൊത്തിപ്പിടിക്കുന്നു. അപ്പോൾ ലൂക്ക് അവിടേക്ക് വന്നിട്ട് ജെർമിയെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ ശബ്ദം കേൾക്കുന്ന ജെർമി പേടിക്കുന്നുണ്ട്. ലൂക്ക് ആണെങ്കിൽ അവനോട് വന്നിട്ട് അവിടെയുള്ള ഒരു ഊഞ്ഞാലിൽ ഇരിക്കാൻ പറയുന്നു. അതെന്തിനാ? ആഷ്ലി എവിടെയാണ് ഡ്യൂഡ്? അവൾ വരും. ആദ്യം ഞാനൊന്ന് നിന്നോട് സംസാരിക്കണമത്രേ.
ഇവരിവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗ്യാരറ്റിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായിരുന്നു. ഇതേസമയം ലൂക്ക് ജെർമിക്കൊരു ബുക്കും പേനയൊക്കെ കൊടുത്തിട്ട് അതിൽ ആഷ്ലിയോട് മാപ്പ് അപേക്ഷിച്ച് എഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ എന്താ ആളെ കളിയാക്കുവാണോ? ഞാൻ അവളോട് നേരിട്ട് സോറിയൊക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവനതിന് സമ്മതിക്കുന്നില്ല. പിന്നെ അത് ചെയ്തേ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ അവൻ ആദ്യം ഡിയർ ആഷ്ലി ഐ ആം സോറി എന്ന് മാത്രം എഴുതുകയാണ്. എന്നിട്ട് ആ ബുക്ക് ലൂക്കിന് നേരെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, മീൻസ് നിനക്കവളോട് ഇത്ര മാത്രം പറയാനുള്ളൂ എന്ന് ലൂക്ക് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എഴുതാമെന്ന് സമ്മതിച്ച് ജെർമിയും തയ്യാറെടുക്കുകയാണ്. അപ്പോഴേക്കും ലൂക്ക് അവിടെ നിന്ന് മാറുന്നുണ്ട്. ഇതേസമയം ഗ്യാരറ്റിന് ആഷ്ലിയോട് സിമ്പതി തോന്നുമ്പോൾ അവൻ അവളുടെ വായിലെ ടേപ്പ് അഴിച്ച് മാറ്റുകയാണ്. അവനെ കുറച്ച് കരുണയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു പ്ലാൻ അവനോട് പറയുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും നൻപനോട് സ്നേഹമുള്ള ഗ്യാരറ്റിന് ലൂക്കിനെ ചതിക്കാൻ മനസ്സ് വരുന്നതേയില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുറത്ത് ജെർമി എഴുതി തകർക്കുകയാണ്. അവൾക്ക് വേണ്ടി ഇനി ഷേക്സ്പിയർ ആകണോ എന്നൊക്കെ പറഞ്ഞ് അവൻ ലൂക്കിനെ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്നൊരു കരിമ്പൂച്ച ചാടുമ്പോൾ ശ്രദ്ധ മാറുന്ന അവന്റെ കഴുത്തിൽ കയറുകൊണ്ട് കുരുക്കിട്ടിട്ട് ഒരു ടോയ് കാർ ഉപയോഗിച്ച് മരത്തിൽ കെട്ടി തൂക്കുകയാണ് ലൂക്ക്. ജെർമി അവിടെ അങ്ങനെ പിടഞ്ഞു മരിക്കുമ്പോൾ അതിന് സാക്ഷിയായത് ആ ഒരു പൂച്ച മാത്രമായിരുന്നു. ലൂക്കാണെങ്കിൽ ഇതിനുശേഷം വല്ലാത്തൊരു സന്തോഷത്തിലാണ് ആ ഒരു കാറും എടുത്ത് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ നേരത്തെ ജെർമി എഴുതിയ ആ ഒരു ലെറ്റർ മഞ്ഞിൽ പൊതിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ജെർമിയുടെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഡിയർ ആഷ്ലി, ഞാൻ നിന്നോട് ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ്. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ജെർമി. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയുന്നില്ലെങ്കിലും ആഷ്ലി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഗ്യാരറ്റിനെ അവളുടെ സൈഡാക്കിയിരുന്നു. അവൻ അവളുടെ ദേഹത്ത് കെട്ടിയിരുന്ന വയറുകളെല്ലാം കട്ട് ചെയ്യുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എന്തോ ഒരു ഫീൽ തോന്നിയിട്ട് അവളുടെ കവിളിലൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ലൂക്ക് വല്ലാത്തൊരു ദേഷ്യത്തിൽ ഗ്യാരറ്റിനെ ഷൂട്ട് ചെയ്യുകയാണ്. അവളുടെ ദേഹത്ത് തൊട്ടതിനാലായിരുന്നു ശരിക്കും അവന്റെ ദേഷ്യം മുഴുവൻ. അവളെ തുടരുതെന്ന് അവൻ നേരത്തെ തന്നെ ഗ്യാരറ്റിനെ വാൺ ചെയ്തതായിരുന്നല്ലോ. ഗ്യാരറ്റ് വേദന കൊണ്ട് പുളഞ്ഞ് രക്ഷിക്കാനായിട്ട് അപേക്ഷിക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഗ്യാരറ്റിന്റെ ജീവൻ ഒരു ദയയും കാണിക്കാതെ ലൂക്ക് എടുക്കുകയാണ്. അവൻ വീണ്ടും ഷൂട്ട് ചെയ്ത് ദേഷ്യത്തോട് ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം കൂട്ടുകാരനെ കൊന്നെങ്കിലും അവനെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന ന്യായീകരണമായിരുന്നു ലൂക്കിന്. ഇതെല്ലാം കണ്ട് ആഷ്ലിയും ഒത്തിരി പേടിച്ചിരിക്കുകയാണ്. എനിവേ അതിനുശേഷം ആഷ്ലിയുടെ തോളിൽ തല ചായ്ച്ചിരുന്ന് ലൂക്ക് ഒരു കാര്യം പറയുന്നു. പണ്ട് അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ അവന് പുതപ്പ് മൂടിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ അമ്മയെ വിടാതെ മുറുക്കി പിടിക്കും. അപ്പോഴെല്ലാം സുരക്ഷിതമാണെന്ന് അമ്മയ്ക്ക് തോന്നുമായിരുന്നു. അങ്ങനെ കിടന്ന് അവനും ഉറങ്ങും. പയ്യെ അമ്മ അങ്ങനെ ചെയ്യാതെയായി. അതെന്താണെന്ന് അവൻ അറിയില്ല. പക്ഷെ അതിനുശേഷം അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടേയില്ല. അതെല്ലാം കേട്ട് ആഷ്ലി പറയുന്നത് അതിന്റെയൊക്കെ കാരണം അവൾക്കറിയാമെന്നായിരുന്നു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന ലൂക്ക് ആഷ്ലി കണ്ണു തുറക്ക്, ചോദിച്ചതിന് ഉത്തരം പറ എന്നെല്ലാം പറഞ്ഞു ഒരു കത്തിയും എടുത്ത് അവളുടെ കഴുത്ത് മുറിക്കുകയാണ്. ആ ഒരു വേദനയിൽ അവൾ പിടയുന്നുണ്ട്. പിന്നെ അനക്കമില്ലാതാകുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും കൊടുത്തതിന് ശേഷം ലൂക്ക് അവിടെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ഒരു പെയിന്റ് പാട്ടയിലും കത്തിയിലും തോക്കിലുമെല്ലാം തൂങ്ങി മരിച്ച ജെർമിയുടെ ഫിംഗർ പ്രിന്റ് വരുത്താനായിട്ട് അതിലെല്ലാം അവന്റെ കൈ പിടിപ്പിച്ച് തെളിവുണ്ടാക്കുന്നുണ്ട്. അവനങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പാരന്റ്സിന്റെ ലൊക്കേഷൻ ആ ഒരു ഫോണിലൊക്കെ നോക്കി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കുകയാണ്. ഫോണിൽ സിഗ്നൽ കിട്ടാതിരിക്കാൻ ചെയ്തു വെച്ച കാര്യങ്ങളും അച്ഛന്റെ കട്ടിലിൽ ഉണ്ടായിരുന്ന തോക്കും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് പല്ലു തേക്കുമ്പോഴാണ് റിക്കിയുടെ കവിളിൽ പെൻസിൽ വെച്ചുണ്ടാക്കിയ മുറിവിനെ കുറിച്ച് ഓർക്കുന്നത്. ഒരു പെൻസിൽ എടുത്ത് അവന്റെ കവിളിൽ വീണ്ടും കുത്തിയിട്ട് അത് താഴെ ഉണ്ടായിരുന്ന പെയിന്റിലേക്കിട്ട് ലൂക്ക് തിരിച്ച് മുറിയിലേക്ക് ഓടുന്നു. മുറിയിൽ കയറി വാതിലിന്റെ പുറത്ത് സാധാരണ അമ്മ വെക്കാറുള്ളത് പോലെ ഒരു പെൻസിൽ വെക്കാൻ നോക്കുമ്പോൾ അത് ശരിയാകുന്നില്ല. പാരന്റ്സിന്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ അവർ ഇവിടെ എത്താറായിട്ടുമുണ്ട്. അപ്പോൾ ഇനി അധിക സമയം ബാക്കിയില്ല. സോ ഡോറിന് പുറത്ത് പെൻസിൽ വെച്ചിട്ട് ബാൽക്കണിയിലൂടെ റൂമിലേക്ക് കയറാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവന്റെ കാൽ തെറ്റി അവിടെ ഡെക്കറേഷനായി വെച്ചിരുന്ന ഒരു മാൻ വീഴുന്നുണ്ട്. അത് നേരെ വെക്കാൻ നോക്കുമ്പോൾ അവന്റെ പാരന്റ്സും വീട്ടിലെത്തിയിരുന്നു. വീണ്ടും കാൽ തെറ്റി മറ്റൊരു ഡെക്കറേഷൻ കൂടി വീഴാൻ പോകുമ്പോൾ ലൂക്ക് അതെങ്ങനെയൊക്കെയോ പിടിച്ചിട്ട് മുറിയിൽ കയറി കിടക്കുകയാണ്. പെട്ടെന്നാണ് മറ്റേ ഹൃദയമിടിപ്പ് കേൾക്കുന്ന മെഷീൻ ഓൺ ചെയ്തില്ല എന്ന് അവൻ ഓർക്കുന്നത്. അതും ഓൺ ചെയ്ത് ആരും അറിയാതെ പാവം ഒരു കുഞ്ഞിനെ പോലെ ലൂക്ക് കിടക്കുമ്പോൾ താഴെ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അവന്റെ അമ്മ പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അമ്മ കരഞ്ഞുകൊണ്ട് ഓടിയിട്ട് ലൂക്കിന്റെ മുറിയിലേക്ക് കയറുന്നു. പിന്നീട് അവിടെ പോലീസും ബഹളവും ഒക്കെ ആയി. ലൂക്കിനൊന്നും പറ്റിയില്ല എന്നൊരു സമാധാനത്തിൽ അമ്മ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കുകയാണ്. ശരിക്കും അത് തന്നെ ആയിരിക്കണം അവൻ ആഗ്രഹിച്ചത്. അവന്റെ മുഖത്ത് എന്തൊക്കെയോ നേടിയ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരാൾക്ക് ജീവനുണ്ട് എന്ന് ലൂക്ക് കേൾക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ആഷ്ലി ആയിരുന്നു. കഴുത്തിൽ മുറിവുണ്ട്, പക്ഷെ
പക്ഷേ ബ്ലഡ് പോകാതിരിക്കാൻ അവൾ ആ ഒരു ഡക്റ്റ് ടേപ്പ് ചുറ്റിയിരുന്നു. അങ്ങനെ അവളുടെ ജീവൻ അവൾ തന്നെ രക്ഷിച്ചു എന്ന് പറയാം. സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന അവളെ ജനലിലൂടെ ലൂക്ക് നോക്കുമ്പോൾ അവളെ കൊണ്ടാകുന്ന രീതിയിൽ അവളുടെ ആ ഒരു ദേഷ്യമൊക്കെ എക്സ്പ്രസ് ചെയ്യിക്കാൻ മിഡിൽ ഫിംഗർ കാണിക്കുകയാണ് ആഷ്ലി. അങ്ങനെ ആഷ്ലിയെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലൂക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ അവന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ഈ ഒരു ചിത്രം അവസാനിച്ചെന്ന് കരുതിയാൽ തെറ്റാട്ടോ. മമ്മ, ആഷ്ലിയുടെ കാര്യമോർത്ത് എനിക്ക് പേടിയാകുന്നു. നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടാലോ? ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന പാവം കൊച്ചായ ലൂക്കിനെ കാണിച്ചാണ് ഈ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു കഥയ്ക്ക് ഏത് തരത്തിലുള്ള ക്ലൈമാക്സ് വേണമെന്ന് ഓരോ പ്രേക്ഷകനും തീരുമാനിക്കാട്ടോ. അതിനുള്ളൊരു ഫ്രീഡം തന്നാണ് ഡയറക്ടർ ഈ ഒരു ചിത്രം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഹാപ്പി ആയിരിക്കോ അതോ സാഡ് ആയിരിക്കോ? അക്കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥയും എക്സ്പ്ലനേഷനും ഒക്കെ? ആക്ച്വലി സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു തീമായിരുന്നു ഈ സിനിമയുടേത്. ഇതിൽ ലൂക്കിന്റെ ക്യാരക്ടർ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് പെരുമാറാൻ ഉണ്ടായ കാരണം എപ്പോഴോ അവന് കിട്ടേണ്ടിയിരുന്ന ആ ഒരു സ്നേഹമൊക്കെ നിഷേധിക്കപ്പെട്ടത് കൊണ്ടാവാം. പറഞ്ഞു വരുന്നത് ആഷ്ലിയുടെ സ്നേഹമല്ല, മറിച്ച് അവന്റെ അമ്മയുടെ സ്നേഹമാണ്. അമ്മ അവനെ കെയർ ചെയ്യുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്. അവൻ ആഗ്രഹിച്ച ആ ഒരു രീതിയിൽ അവരത് പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാവാം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദേഷ്യം വന്ന ലൂക്ക് അവൻ പ്രണയിച്ച ആഷ്ലിയെ പോലും കൊല്ലാൻ ശ്രമിച്ചത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ആഗ്രഹിച്ച രീതിയിൽ കെയറിങ്ങും സ്നേഹവും ഒക്കെ കിട്ടാതെ ഓരോന്ന് ചിന്തിച്ചുകൂട്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. എനിവേ, ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഥയിലെ ട്വിസ്റ്റുകൾ റിവീൽ ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.